മുത്തുനബി തങ്ങളുടെ കാലത്തും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തൊന്നും കലണ്ടർ സംവിധാനത്തിൽ ഉൾക്കൊള്ളേണ്ട ഹിജ്റ കലണ്ടർ, ഈ ഹിജ്റ കലണ്ടർ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് മുസ്ലിം ഹിജ്റ കലണ്ടർ നോക്കണം എന്ന് ചെറുതായിട്ട്, അല്ലെങ്കിൽ മൂമിനിന്റെ ജീവിതകാലം അവൻ ക്രമപ്പെടുത്തേണ്ടത് ഹിജ്റ വർഷം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അല്ലാതെ പല കലണ്ടറുകളുണ്ട്. ഗ്രിഗേറിയൻ കലണ്ടർ എന്ന് പറയും, നമ്മളിപ്പോ സാധാരണ ഉപയോഗിക്കുന്ന കലണ്ടറാണ്. എന്താണ് ഇംഗ്ലീഷ് കലണ്ടർ നമ്മൾ പറയും. ഇങ്ങനെ മലയാളം കലണ്ടർ ഉണ്ട്, കിബത്തി കലണ്ടർ ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് 10ഓളം കലണ്ടറുകൾ നമുക്കിപ്പോ ഇന്ന് കാണാൻ പറ്റും. ഞാൻ ഇതിലാറെ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കലണ്ടറുകൾ ഇന്ന് ഭൂമിയിൽ അവൈലബിൾ ആണ്, എല്ലാം കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണയിൽ പരിഗണിക്കുന്ന 2 കലണ്ടറുകളാണ്. ഒന്ന് നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറഞ്ഞ ഗ്രിഗേറിയൻ കലണ്ടർ എന്നാണ് അതിന് പറയാം. മറ്റൊന്ന് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഹിജ്റ കലണ്ടർ. ഈ ഹിജ്റ കലണ്ടർ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് മുസ്ലിം ഹിജ്റ കലണ്ടർ നോക്കണം എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാൻ. ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കലണ്ടറാണ്. നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറുമാണ്. എന്തുകൊണ്ടാണ് ഹിജ്റ കലണ്ടറിനെ പരിഗണിക്കണം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഹിജ്റ കലണ്ടർ ഉണ്ടായത്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഹിജ്റ കലണ്ടർ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് മുത്തുനബി തങ്ങളുടെ കാലത്തും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തൊന്നും കലണ്ടർ സംവിധാനം ഇല്ലായിരുന്നു. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പരാതി പറഞ്ഞു. എന്താണ് ആ പരാതി? മഹാനവറുകള് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു രാജ്യത്തിന്റെ ഗവർണറാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ ഇങ്ങനെ കത്തയക്കും ഉമർ റളിയല്ലാഹു അൻഹു, ഇനി എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ വരുത്തണം എന്ന്, എന്തൊക്കെ നിയമങ്ങൾ പുതുതായിട്ട് മാറിയിട്ടുണ്ട്, പുതുതായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ലെറ്റർ അയക്കും. പക്ഷേ മഹാനായ അബൂ മൂസ അശ്അരി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇന്നഹു യഅതീനാ മിൻക കുതുബുൻ ലൈസ ലഹാ താരീഖ്. തങ്ങളുടെ ഡേറ്റ്, തങ്ങൾ ഇങ്ങനെ ലെറ്റർ അയക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഡേറ്റ് ഇല്ല. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോ എന്ന് നടപ്പാക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതിപ്പോ എന്നയച്ച കത്താണെന്നും കിട്ടൂല. ചിലപ്പോ കത്ത് ഇന്നത്തെ മാതിരി മെസ്സേജ് അയച്ചാണ്ട് പോയൂലല്ലോ, കുറെ കാലം എടുത്തിട്ട് എത്തുള്ളൂ. ഇത് എന്ന് അയച്ചതാണ്, എന്ന് മുതൽക്കാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്ന് എനിക്ക് അറിയാൻ സാധിക്കണില്ല. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മുശാവറ നടത്തി. അതിൽ ചില ആൾക്കാർ പറഞ്ഞു, ഈ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തിരഞ്ഞെടുക്കാം, മുത്തുനബി തങ്ങളുടെ ജന്മം മുതൽക്ക് നമുക്കൊരു ഡേറ്റ് ഇത് വെച്ചിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ചില ആൾക്കാർ ഹബീബായ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആക്കാമെന്ന് പറഞ്ഞു. മറ്റു ചില ആൾക്കാർ ഹിജ്റ അടിസ്ഥാനപ്പെടുത്തിയിട്ടാക്കാമെന്ന് പറയുകയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിന് കാരണം മഹാനവറുകൾ പറയുന്നുണ്ട്, ഇന്നൽ ഹിജ്റത ഫറഖത് ബൈനൽ ഹഖി വൽ ബാത്തിൽ ബിഹാ. മഹാനവറുകൾ പറയാൻ എന്താ, ഹിജ്റയാണ് സത്യവും അസത്യവും നമുക്ക് വേർപ്പെടുത്തി തന്നത്. എന്ന് വെച്ചാൽ 13 വർഷക്കാലം പരിശുദ്ധമായ ഇസ്ലാം വളരെ കഷ്ടത്തിലായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര പ്രയാസപ്പെടുത്തിയെന്ന് അറിയുന്നത്? മാനസികമായി പ്രയാസപ്പെടുത്തി, ശാരീരികമായി പ്രയാസപ്പെടുത്തി, ഭക്ഷണം മുടക്കി. എത്രത്തോളം? ഒരു സാധനവും കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് 3 വർഷം ഇലകൾ മാത്രം കഴിച്ചു കൂട്ടിയെന്ന. മൃഗങ്ങളൊക്കെ കാഷ്ടിക്കുന്നത് പോലെ സഹാബത്ത് കാഷ്ടിക്കുന്നത് കാണാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അത്രമേൽ ക്രൂരമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടത്തോട് വിശ്വസിച്ചവരെയും പ്രയാസപ്പെടുത്തി. ഇങ്ങനെ ഉണ്ടായ ഒരു 13 വർഷക്കാലത്തിന് ശേഷം നടന്ന അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടന്ന ഒരു യാത്രയാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. അതോടുകൂടി ഇസ്ലാമിന് ഒരു പുതിയ മാറ്റം വരികയാണ്. മദീനയിലേക്ക് എത്തലോടുകൂടി ഇസ്ലാമിന് ഒരു പുതുമുഖം വന്നു. ആ ഒരു മാറ്റമാണ് ഇസ്ലാമിനെ ഉന്നതിയിലെത്തിച്ചത്. അതുകൊണ്ട് അതാണ് നമ്മൾ ഹിജ്റ ഈ ഒരു കലണ്ടർ സംവിധാനത്തിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ വർഷം എന്ന ഒരു കലണ്ടർ രൂപീകരിക്കുന്നത്.